എന്തുവാടേ ഇത്? എന്തുവാടേ? ഞാൻ ഇനിയൊന്നും രേണുസുതിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വെച്ചതാണ്. പക്ഷേ എന്താണാവോ, ഈ വിഷയം ഇടുമ്പോൾ മാത്രമേ റീച്ച് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടുന്നു. ഈ റീച്ച് കിട്ടുന്നത് വഴി യൂട്യൂബേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവർക്ക് റീച്ച് കിട്ടിയാലാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ രേണുസുതിയെ ഉപയോഗിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഉറപ്പ് തന്നെയാണല്ലോ. രേണുസുതിയോ കൊല്ലസുതിയോ കൊടുക്കാനുള്ള കടങ്ങൾ, അതിൻ്റെ തെളിവ് സഹിതം യൂട്യൂബേഴ്സിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ തെളിവ് കൊണ്ടുവരുന്നവർക്ക് അത് കൊടുക്കാനായിട്ട് ഈ വരുമാനം ഉപയോഗിക്കണ്ടേ? അത് അവരുടെ ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമല്ലേ? ഒരു യുവതിയെ കുറ്റം പറഞ്ഞ് കിട്ടുന്ന കാശ്, പൈസ കൊടുക്കാനുള്ള ഒരു യുവതിയെ കുറ്റം പറഞ്ഞ് കിട്ടുന്ന പൈസ, ഒരു ആത്മാർത്ഥതയും ഒരു ധാർമ്മികതയുള്ള യൂട്യൂബേഴ്സ് അത് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് കുറ്റം പഴകുകയും വേണം, അവരുടെ പൈസ കിട്ടുകയും വേണം എന്ന് പറയുന്നത് അത്ര ശരിയാണോ? രേണുസുതി നെഗറ്റീവിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ യൂട്യൂബർമാരനെ ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു. അവര് കാരണം അവരും കുറച്ച് വരുമാനം ഉണ്ടാക്കോട്ടെ, ഇവരും കുറച്ച് വരുമാനം ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ അവരെ കുറിച്ച് പോലും കുറ്റങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ തനിക്കാക്കി വെടക്കാക്കുക എന്ന് പറയുന്ന ഒരു അങ്ങനെയാണ് അതിനെ പറയുക. തനിക്കാക്കുക എന്നിട്ട് വെടക്കാക്കുക. ആ ഒരു സ്വഭാവം കാണിക്കുന്ന യൂട്യൂബേഴ്സ് ഇനിയും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇനിയും അവരിട്ടോട്ടെ, ഇനിയും പറഞ്ഞോട്ടെ, ഇനിയും പൈസ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ ഈ പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണ്ടേ? തെളിവ് സഹിതം ഇവരുടെ അടുത്തൊക്കെയല്ലേ പൈസ കൊടുക്കാനുള്ളവർ വന്ന് ചോദിക്കുന്നത്, തെളിവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പൈസ കൊടുക്കാൻ കടപ്പെട്ടവർ യൂട്യൂബേഴ്സ് ആണ് എന്നാണ് ഞാൻ പറയുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പൈസ കൊടുക്കാനായിട്ട് യൂട്യൂബേഴ്സ് അതിനുള്ള പൈസ ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയിട്ടുള്ള കടങ്ങളൊക്കെ വീട്ടാവുന്നതല്ലേ? നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും എത്ര വ്യൂ, എത്ര സബ്സ്ക്രിപ്ഷൻ, എത്ര ലൈക്ക്, എത്ര ഷെയർ, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കുടുംബത്തിനെ വഴിയാധാരാക്കിയിട്ട്. ആ പൈസ അവരെ ഈ കടം വീട്ടാനായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവരുടെ മനസാക്ഷിയെ അവർ ബന്ധനത്തിൽ പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലരും കമൻസിൽ പറയുന്നത് അവരുടെ കർമ്മ അവർക്ക് തന്നെ തിരിച്ചു വരുന്നു. അതിനായിട്ട് ഞങ്ങളെല്ലാവരും, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കാത്തിരിക്കുന്നു.